ബെഡ്റൂക്ക് ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇന്നലെ തുടങ്ങി വെച്ച ആ ഒരു സോഡിൻ്റെ ആ ഒരു ടൗൺ ഏരിയ കംപ്ലീറ്റ് ആക്കാൻ പോവല്ല. അതിന് പകരം ഞാൻ 1-2 ബിൽഡ് കൊണ്ടുവരാൻ പോകണം. 1-2 അല്ല, 2 മാത്രം. എൻ്റെ കയ്യിൽ റിസോഴ്സ് കൊണ്ട് അറിയാം. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ കണ്ടാക്കാൻ പോവാണ്. എന്തായാലും രസമുണ്ടോ? എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, നടക്കും തോന്നുന്നു. ഇത് ഇവിടെ ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ഞാൻ തല്ലി പൊളിച്ച് കളഞ്ഞു. അതേപോലെ ഇത് ഇവിടെ ഒരു വീട് ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചായിരുന്നു. അത് ഞാൻ തല്ലി പൊളിച്ച് കളഞ്ഞു. പിന്നെ ഈ ഒരു ടൗൺ ഏരിയ എന്നാണ് ഞാൻ ഇപ്പോൾ ഒരു പ്രൊജക്ട് ബോർഡ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇതിന് പേരിടാൻ പോകുന്നത്. ഞാൻ ഒരു അടിപൊളി പേര് കണ്ടുപിടിച്ച്. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഇനി തൊട്ട്, അതായത് ഈ ഒരു ടൗൺ ഏരിയ എന്ന് കൊടുത്തേക്കുന്ന ഗോള് ഞാൻ ഫുള്ള് ഇത് പ്രൊജക്റ്റ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതൊരു ബാലൻസ് സിവിലൈസേഷൻ ആവും. എന്ത് ബാലൻസ് സിവിലൈസേഷൻ? ഈ ബാലൻസ് സിവിലൈസേഷൻ പൊട്ടന്മാരും പേടിത്തൂറികളൊന്നുമല്ല. ഇതാ ഈ ഒരു സോഡിൻ്റെ സ്റ്റാച്ചു കണ്ടാൽ മനസ്സിലാവും. അവന്മാർ അതിക്രമികളാണ്, അവന്മാർ കൃമികളാണ്. അതായത് എതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും തീർത്തളയും. അതിൻ്റെ സിമ്പിളാണ് ഈ സോഡിൻ്റെ സ്റ്റാച്ചു. നിങ്ങൾ വിചാരിക്കും ഈ സോഡ് ഉണ്ടാക്കിയേക്കുന്നത് വെറുതെ ആണ്. അല്ല, ഇത് നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് ഈ ബാലൻസ് സിവിലൈസേഷനിലെ മുത്തച്ഛൻ ഹിറ്റ്ലറിനെ വാള് വെച്ച് വെടിവെച്ചിട്ടത്. ഹിറ്റ്ലറിൻ്റെ ഒരു AW ആയിരുന്നു നമ്മുടെ മുത്തച്ഛൻ. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോൺ സോഡാന്ന് തോന്നുന്നത്. സ്റ്റോൺ സോഡ് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞ് AW ഹിറ്റ്ലറിന്. ഹിറ്റ്ലർ ലാസ്റ്റ് മരിക്കുന്ന ഫോട്ടോ ഇവിടെ വെച്ചാണ് എടുത്തത്. അതിനകത്ത് ഹിറ്റ്ലറിൻ്റെ മീശ നടുവിൽ നിന്ന് കീറിയിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇതേപോലത്തെ ഒരു സോഡിൻ്റെ പാടുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് ബാലൻസ് സിവിലൈസേഷൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ബാലൻസ് സിവിലൈസേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ എപ്പിസോഡ് 1ആണിത്. ബാലൻസ് സിവിലൈസേഷനിലെ ആദ്യത്തെ വീട് ഞാൻ ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ നമ്മുടെ നോർമൽ വില്ലേജർ ഹൗസ് പോലെ തോന്നിക്കുന്ന, പക്ഷേ റൂഫ് മാത്രം മാറ്റമുള്ള ഒരു കിണ്ണങ്കാച്ചി സ്കിബിഡാച്ചി വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വലിയ പ്ലാൻ ഇല്ലെങ്കിലും കുറച്ച് പ്ലാനൊക്കെ എൻ്റെ ഈ ചെറിയ തലച്ചോറിലുള്ളത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ച് തുടങ്ങുന്നു. ഇതേപോലെ ഇങ്ങനെ 1 2 3 4 5-ാമത്തേൽ ഇത് ഇതേപോലെ ഞാൻ മൊത്തം നോക്കി എടുത്തിട്ട് വരാം. ഇനി ഇത് ഫുള്ളൊന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഇതും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സൈഡ് 4 ബ്ലോക്ക് ഹൈറ്റ് പോവാം. ഇതിപ്പോൾ 4 ആയില്ലേ? 4. ഇതേപോലെ ഞാൻ 3 സൈഡും ചെയ്യട്ടെ. വെച്ചപ്പോൾ എൻ്റെ ഉണ്ട് സ്ട്രിപ്പ് ലോക്ക് കയറുന്നത്. കുഴപ്പമില്ല. ഇവിടെ ഒരു സ്റ്റാക്കും 20 നോർമൽ ലോക്ക് ഉണ്ട്, അത് ഉപയോഗിക്കാം. നമ്മൾ ബാക്കിയുള്ള ബിൽഡിങ്ങിൻ്റെ സംഭവങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ആദ്യം പ്രധാനം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 സ്റ്റെയർ വെച്ചിട്ട് പറയാം. റൂഫിങ്ങിലോട്ടാണ്. അപ്പോൾ ഞാൻ റൂഫിങ് റെഡിയാക്കാൻ പോവാണ്. റൂഫൊക്കെ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ വെക്കാൻ പോവാണ്. എന്തായാലും ഞാൻ എന്ത് വെച്ചാലും റൂഫൊക്കെ അടിപൊളിയാവും. റൂഫിലൊക്കെ ഞാൻ സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ബാലൻസ് സിവിലൈസേഷൻ്റെ സ്പെഷ്യൽ റൂഫാണ്. ഇതിൽ ഒരു മാറ്റവും അങ്ങനെ വരാൻ പാടില്ല. ഇതിപ്പോൾ ഇങ്ങനെ അടുത്ത സൈഡ് ഇതേപോലെ ആക്കട്ടെ. ഇതാണ് റൂഫ്. ഇത് രസമുണ്ട്. എല്ലാ റൂഫും ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ, എല്ലാ വീടിൻ്റെയും. അതിൽ വെച്ച് ബാലൻസ് സിവിലൈസേഷനുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലോ എന്ന് മതി എന്ന് വെച്ചത് വേണ്ട. അതിന് പകരം ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറലാണ് ഈ ബാലൻസ് സിവിലൈസേഷനിൽ ഉള്ളത്. ബാക്കിയുള്ള ഞാൻ നിങ്ങൾക്ക് പറയാൻ നിന്നില്ല. ബാലൻസ് സിവിലൈസേഷനിൽ ആദ്യത്തെ വീട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ ഇതാണ്ട് ഇങ്ങനെയാണ്, ബാക്കിൽ ഇതാ ഇങ്ങനെയാണ്. അപ്പുറത്തെ സൈഡുള്ള പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വില്ല ഇടുമെന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോയി. ബാലൻസ് സിവിലൈസേഷനിൽ നീ ഒളിഞ്ഞു നിൽക്കുന്നു, ചത്തുപോയി. പറഞ്ഞ പോലെ നമ്മുടെ വില്ലേജർ റീഡർ ഒരു ചെക്കനെ കിട്ടി. അവനാണ് ഈ പണിയെടുക്കാത്തൊരു വേട്ട് ചെക്കൻ. പച്ച ഡ്രസ്സുകാരൻ. വേറെ പിള്ളേരൊന്നും ഉണ്ടായില്ലേ? കഴിവില്ല, ഇങ്ങോട്ട് ഇറങ്ങണോ? ഞാൻ കയറാകത്ത്. എൻ്റെ ആവശ്യമില്ല, അയച്ചു കൂടിപ്പോയി. സോറി മോനെ, നീ മെല്ലെ ഉണ്ടാക്കിയാൽ മതി. ഓൾറെഡി 2 പേരുണ്ടാവും. ആരാണെങ്കിൽ മറ്റേ ബെഡിൽ തുള്ളി കളിക്കാൻ വരാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇനിയിപ്പോൾ അവിടെ ഒരു ബാലൻസ് സിവിലൈസേഷനുള്ള ആദ്യത്തെ വീട് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഡീപ് സ്റ്റേറ്റ് ടൈൽസ് ആണ് ഇതായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ബാലൻസ് സിവിലൈസേഷനുള്ള 3ാമത്തെ വീട്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ബാക്ക് ഇപ്പോൾ കൺസിഡർ. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ഇരിക്കണ്ട. ഇത് പൊട്ടിച്ചോളട്ടെ. ബാക്ക് ഇങ്ങനെ ഇരിക്കും. ഈ സൈഡും ഇങ്ങനെ ഒരു യു ഷേപ്പ് ഇരിക്കും. ഇത് ഇതിൻ്റെ അതേ ഫ്രണ്ട് ഭാഗവും അതേ റൂഫിങ് സ്റ്റൈലും ആണ്. ആ കൂടെ വ്യത്യാസം വന്നേക്കുന്ന സൈഡും ആ ഒരു ബാക്കും ആണ്. ആ സൈഡ് എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്, ബാക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത് ചെയ്തു തീർത്തിട്ടുണ്ട്. 2 ബാലൻസ് സിവിലൈസേഷനുള്ള കിണ്ണങ്കാച്ചി സൂപ്പർ ഡാച്ചി വീടാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക്, അത് എല്ലാ എപ്പിസോഡിലും 1-2 ചെയ്യണം, 2 ചെയ്യണം. എന്നാലേ നമുക്ക് ഈ ഒരു ബാലൻസ് സിവിലൈസേഷൻ അധികം വലിച്ചു നീട്ടാണ്ട് തീർക്കാൻ പറ്റുള്ളൂ.
അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ഡബിൾ ഡെക്കർ വീട് അങ്ങ് അടിച്ചു പൊട്ടിച്ച് കളയാം. ജസ്റ്റ് തുറന്നായിരുന്നു. അതെ, വിസാക്ക് കണ്ടിട്ടില്ല, സോറി, ബണ്ടിൽ. ആ ഒരു വീടും ഇത് പൊട്ടിച്ചാറ്റിയിട്ട് ഇതേപോലെ തന്നെ വലിയ ഒരു സാധനം ഉണ്ടാക്കണം. പിന്നെ ആ ഡബിൾ ഡെക്കർ വീടിൻ്റെ ഡിസൈൻ പോലെ തന്നെയുള്ള, പക്ഷേ ബാലൻസ് സിവിലൈസേഷൻ്റെ സ്റ്റൈലിൽ ഒരു ഡബിൾ ഡെക്കർ വീട് നാളെ ഉണ്ടാക്കണം. പിന്നെ ഇതാ ടവർ അങ്ങനത്തെ സാധനം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ബാലൻസ് സിവിലൈസേഷൻ അൾട്രാ പ്രൊട്ടക്ട് ടവർ ഉണ്ടാക്കണം. ബാലൻസ് സിവിലൈസേഷനിലെ 2 വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഈ വീഡിയോയും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബെറ്റർ ലോകം തെറ്റ.